ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കൺമണി ശ്രീദേവിക്ക് വേണ്ടിയിട്ട് കൺമണിയുടെ ക്യാബിൻ വിട്ടുകൊടുക്കുകയാണ്. ഇത് കാണുന്ന കൃഷ് കൺമണിയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് കൺമണി നീ ആ ശ്രീദേവിക്ക് ആ ക്യാബിൻ വിട്ടുകൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ്, സാർ എനിക്ക് ഒന്നാമതേ ആ ക്യാബിനിൽ ഇരിക്കുമ്പോൾ ശ്വാസം മുട്ടലാണ്. പിന്നെ ആകെയുള്ളൊരു സന്തോഷം എന്ന് വെച്ചാൽ സാറിനെ കാണാമെന്നുള്ളതാണ്. ഞാൻ കൂടാതെ ഇനി അവിടെ ഒരാൾ കൂടി വരുമ്പോൾ ഇനി അതിനുള്ള സ്കോപ്പും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പൂർണ്ണമായിട്ടും ഞാൻ ആ ക്യാബിൻ വിട്ടുകൊടുത്തത്. പക്ഷേ ഇവിടെയുള്ള സ്റ്റാഫുകളുടെ കൂടെ ഇരിക്കാൻ ഞാൻ കംഫർട്ടബിൾ ആണ്. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, എന്തായാലും കൺമണി കുറച്ച് ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യേ. എനിക്ക് മാനസിയുടെ മുന്നിൽ അഭിനയിക്കേണ്ടി വരുന്നതിനാൽ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്ന് കൃഷി പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല സാർ, സാറിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ക്ഷമിക്കുന്നത് എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ഒരുമിക്കാൻ വേണ്ടി കുറച്ചൊക്കെ സഹിക്കണം കൺമണി. കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ ശങ്കർ മോഹൻ വരും. അപ്പോൾ നമുക്ക് പൊളിച്ചെടുക്കാം. അപ്പൊ നമുക്ക് ആ പാരീസ് ഡിസൈനർ ശ്രീദേവിയുടെ തള്ളു പൊളിയുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്ന് കൃഷി പറയുമ്പോൾ കൺമണി പറയാണ്, അങ്ങനെ അങ്ങോട്ട് ആ കുട്ടിയെ താഴ്ത്തി കെട്ടണ്ട എന്ന് പറയുമ്പോൾ കൃഷിന് ദേഷ്യം വരുന്നുണ്ട്. നിന്റെ അമ്മായിയുടെ മോളാണോ അത് എന്ന് കൺമണിയോട് ചോദിക്കുമ്പോൾ കൺമണി തിരിച്ചും കൃഷിനോട് അങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് കൺമണി പറയാണ്, സാറിൻ്റെ കൂടിയിട്ട് ഞാനും സാറിനെ പോലെ സംസാരിക്കാൻ തുടങ്ങി. എന്തായാലും അപ്പോൾ നമുക്ക് ശങ്കർ മോഹൻ്റെ മീറ്റിങ്ങിൽ കാണാം എന്ന് പറഞ്ഞിട്ട് കൺമണി ഫോൺ വെക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ഓക്കെ കൺമണി, ലവ് യു എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം സുമിത്രയെയും ബാലുവിനെയും കാണാൻ ഷൺമുഖദാസ് വക്കീൽ വരുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത്. സാഗർ ജർമ്മനിയിൽ നിന്ന് വരുന്നുണ്ടെന്ന് ഒരു സൂചന കിട്ടിയിട്ടുണ്ട് എനിക്ക് എന്ന് ഷൺമുഖദാസ് വക്കീൽ പറയുമ്പോൾ സുമിത്രയ്ക്കും ബാലുവിനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അപ്പൊ ബാലു പറയുന്നുണ്ട്, അവൻ വരണമല്ലോ, അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ കാത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വക്കീല് പറയുകയാണ്, മകളുടെ ചികിത്സ പൂർണ്ണമായി കഴിഞ്ഞിട്ടല്ല അവര് വരുന്നത്, വേറെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്. വന്നിട്ട് വൈകാതെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെയാണ് നിലവിൽ എനിക്ക് അറിയാൻ സാധിച്ചതെന്ന് വക്കീല് പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട്, ആ സാഗർ വരട്ടെ, എന്നാൽ അവൻ തിരിച്ചു മടങ്ങില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. ഒരുപാട് കാലമായിട്ട് അവനെ കൊല്ലാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് സുമിത്ര പറയുമ്പോൾ ബാലു ചോദിക്കുന്നുണ്ട്, രാമൻ പിടിതരാതെ പോവില്ലേ, ഇപ്പോൾ അവൻ സാഗറിന്റെ സൈഡല്ലേ എന്ന് ചോദിക്കുമ്പോൾ സുമിത്ര പറയുന്നുണ്ട്, അതെ, സാഗറിനെയും സുജാതയെയും കുറിച്ച് പറയുന്നത് കേട്ടാൽ അവന്റെ ദൈവങ്ങളാണ് അവരെന്ന് തോന്നിപ്പോവും എന്ന് സുമിത്ര പറയുമ്പോൾ വക്കീല് പറയുന്നുണ്ട്, 30 വർഷങ്ങൾ കാത്തിരുന്നത് അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ലേ, ബലരാമനെ കൊണ്ട് മാത്രമല്ലേ നമുക്ക് അത് ചെയ്യിക്കാൻ പറ്റൂ, അവസാന നിമിഷം തോൽക്കുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സുമിത്ര പറയുന്നുണ്ട്, എനിക്കോ പേടിയോ, എനിക്ക് അങ്ങനെയൊരു പേടി തന്നെയില്ല, എന്നെ തോൽപ്പിക്കാൻ എനിക്ക് മാത്രമേ പറ്റൂ, എന്റെ മരണം പോലും ഞാൻ വിചാരിക്കണം എങ്കിലേ നടക്കൂ എന്ന് സുമിത്ര പറയുമ്പോൾ വക്കീല് പറയുന്നുണ്ട്, സുമിത്ര മേഡത്തിന്റെ മരണമല്ല, ആ സാഗറിന്റെയും സുജാതയുടെയും മരണമാണ് നമുക്ക് കാണേണ്ടത്. സാഗർ ജർമ്മനിയിൽ നിന്ന് ഇവിടെ കാലുകുത്തുമ്പോഴേക്കും സാഗറിന്റെ ശത്രു ആക്കിയിരിക്കണം ബലരാമനെ. ഇനി അടുത്തത് ബലരാമൻ സാഗറിനെ കാണാൻ പോകുന്നത് കത്തിയുമായിട്ടായിരിക്കണം. ഇനിയും ഇത് നീട്ടിക്കൊണ്ടുപോയാൽ പ്ലാനുകളെല്ലാം വേറെ വഴിക്കായിരിക്കും പോകുന്നത്. എന്റെ ഭാഗത്തു നിന്നും നീക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പന്ത് നിങ്ങളുടെ കോർട്ടിലാണ്. ഇനി ബലരാമനെ മെരുക്കിയെടുക്കേണ്ടത് നിങ്ങളാണ്. സാഗറിനെ കൊല്ലാൻ ബലരാമനെ മാനസികമായി നിങ്ങൾ ഒരുക്കിയെടുക്ക്, ബാക്കിയെല്ലാം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് വക്കീൽ അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം ബാലു സുമിത്രയോട് ചോദിക്കുന്നുണ്ട്, ബലരാമനെ നമ്മുടെ കൂടെ നിർത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ സുമിത്ര പറയുന്നുണ്ട്, ബലരാമന്റെ ദൈവങ്ങളാണ് ഇപ്പോൾ ഞാനും ബാലുവും, നമുക്കെന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാൽ അവന്റെ മനസ്സലിയും, അതുകൊണ്ട് ബാലു ഒന്നുകൂടി ആശുപത്രിയിലാവണം, ബാലു ഇനി ഒന്നുകൂടി മരിച്ചു ജീവിക്കാൻ പോവുകയാണ് എന്ന് സുമിത്ര പറയുമ്പോൾ ബാലു ചോദിക്കുന്നുണ്ട്, എന്താണ് അത്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ സുമിത്ര ചിരിച്ചുകൊണ്ട് ബാലുവിനോട് പറയുന്നുണ്ട്, എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം, ഞാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സുമിത്ര പോവുകയാണ്. പിന്നീട് മഹിയും കൃഷും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ദേവ് സാറ് വരുന്നുണ്ട്. ദേവി ശ്രീദേവി എന്ന പാട്ടൊക്കെ പാടിയിട്ട് ശ്രീദേവിയെ കളിയാക്കിക്കൊണ്ടാണ് ദേവ് സാർ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ കൃഷി ചോദിക്കുന്നുണ്ട്, എന്താ ദേവ് സാർ പാട്ടൊക്കെ പാടിയിട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ ദേവ് സാർ പറയാണ്, ശ്രീദേവി എന്നൊരു ഡിസൈനർ പാരീസിൽ നിന്നും വന്നിട്ടുണ്ട്, അപ്പൊ പിന്നെ ശ്രീദേവി വന്നത് ഒന്ന് ആഘോഷിച്ചു കളയാമെന്ന് പറഞ്ഞിട്ട് പാടിയതാണെന്ന് ദേവ് സാർ പറയുന്നുണ്ട്. അതിനുശേഷം മഹി കൃഷിനോട് ചോദിക്കുന്നുണ്ട്, ആ മാനസിയും ശ്രീദേവിയും കൺമണിയെ ക്യാബിൽ നിന്ന് പുറത്താക്കിയപ്പോ നീ എല്ലാം കണ്ടു നിന്നല്ലേ കൃഷി എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, കാരണം ഞാനിപ്പോൾ
അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റില്ല. മാനസി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അച്ഛൻ വരുന്നത് വരെ മാനസിയെ സിന്ദാബാദ് എന്ന് പറഞ്ഞ് അവളുടെ കൂടെ നിന്നേ പറ്റൂ. കാര്യങ്ങളെല്ലാം കൺമണിക്കും അറിയാമെന്ന് കൃഷി പറയുകയാണ്. അപ്പൊ മഹി ചോദിക്കുന്നുണ്ട്, ഇന്ന് ശങ്കർ മോഹന്റെ മീറ്റിംഗിൽ കൺമണിയാണോ ശ്രീദേവിയാണോ കാര്യങ്ങളെല്ലാം പ്രസന്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് അത് മാനസിയാണ് തീരുമാനിക്കുന്നത് എന്ന്. അപ്പൊ മഹി ദേവ് സാറിനോട് ചോദിക്കുന്നുണ്ട്, ഇന്നത്തെ മീറ്റിംഗിൽ ശ്രീദേവിയോ കൺമണിയോ ആരായിരിക്കും സ്കോർ ചെയ്യാൻ സാധ്യത എന്ന് ചോദിക്കുമ്പോൾ ദേവ് സാറ് പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് അപ്പ കാണാം. ശ്രീദേവി സ്കോർ ചെയ്താൽ നമുക്ക് നല്ലത് തന്നെയല്ലേ. അലികയിലേക്ക് 2 നല്ല ഡിസൈനർമാരെയല്ലേ കിട്ടുന്നത്. നമുക്കിപ്പോൾ മുൻവിധിയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ശ്രീദേവിയുടെ കാര്യങ്ങൾ വെച്ച് ഞാൻ അവളെ ഒന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അവൾ ഒരു യഥാർത്ഥ കലാകാരിയല്ല എന്ന് കൃഷി പറയുമ്പോൾ ദേവ്സാർ ചോദിക്കുന്നുണ്ട്, അതിന് കാരണം എന്താ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയാണ്, യഥാർത്ഥ കലാകാരിയാണെങ്കിൽ അവൾ ഒരിക്കലും അഹങ്കരിക്കില്ല എന്ന് പറയുമ്പോൾ ദേവ്സാർ ചിരിച്ചുകൊണ്ട് കൊടുക്കൈ നീ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് കൃഷിന് കൈ കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മാനസ വരുന്നുണ്ട്. മാനസ അവരോട് പറയുന്നുണ്ട്, ശങ്കർ മോഹൻ വന്നിട്ടുണ്ട്, നമുക്ക് മീറ്റിംഗ് തുടങ്ങിയാലോ എന്ന് പറയുമ്പോൾ അവർ ശരി തുടങ്ങാമെന്ന് പറയുന്നുണ്ട്. പിന്നെ കൃഷ് പുതിയ ചീഫ് ഡിസൈനർ പാരീസിൽ നിന്ന് വന്നതൊക്കെയാണെന്നോ ഒന്ന് പൊക്കി അടിക്കണേ എന്ന് മാനസ പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, അത് പിന്നെ പറയണോ, മാനസ കൊണ്ടുവന്ന ആളല്ലേ, അടിപൊളിയായിരിക്കും. അവളെ കുറിച്ച് മതിപ്പുണ്ടാക്കേണ്ടത് എന്റെ കൂടി കടമയല്ലേ. അത് നമ്മുടെ കമ്പനിക്ക് നല്ലതല്ലേ വരുത്തുള്ളൂ. അത് മാത്രമല്ല മാനസ ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത് എന്നൊക്കെ കൃഷി പറയുമ്പോൾ മാനസിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. മാനസ അപ്പൊ അവിടെ നിന്ന് പോവുകയാണ്. അപ്പൊ മഹി കൃഷിനോട് പറയുന്നുണ്ട്, നീയെ അഭിനയിക്കുന്നത് എനിക്കറിയായിരുന്നു, പക്ഷെ ഇത്രയും വലിയൊരു നടനായത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ദേവ്സാറ് പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞാൽ ഇതിലും വലിയ മികച്ച നടനാവും ഇവൻ, ഓസ്കർ വരെ കിട്ടുമെന്ന് ദേവ്സാർ കൃഷിനെ കളിയാക്കുന്നുണ്ട്. അതിനുശേഷം അവര് മീറ്റിംഗിലേക്ക് പോവുകയാണ്. മീറ്റിംഗിന് വന്ന ശങ്കർ മോഹൻ എല്ലാവരോടും പറയുന്നുണ്ട്, ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും അലികയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നുണ്ട്. അന്ന് മാനസ ചെയ്തു തന്ന ഡിസൈൻ ഞങ്ങളെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചു എന്ന് ശങ്കർ മോഹൻ പറയുമ്പോൾ കൺമണിയും കൃഷും നോക്കുന്നുണ്ട്. കാരണം കൺമണി വരച്ച ഡിസൈനാണ് അത്. മാനസ കൺമണിയെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ്, എന്നിട്ട് അത് ഞാൻ ചെയ്തതാണെന്ന് മാനസ വരുത്തി തീർത്തതാണ്. മാനസ എന്നിട്ട് ശങ്കർ മോഹനോട് പറയുന്നുണ്ട്, താങ്ക് യു സാർ, ഞങ്ങളുടെ ഒരു നല്ല ക്ലയന്റ് തന്നെയാണ് നിങ്ങൾ. സാറ് പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ വിജയം കൈവരിക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി പാരീസിൽ നിന്ന് ഒരു ടാലന്റഡ് ആയ ഡിസൈനറെ ഞങ്ങൾ ഈ പ്രൊജക്ടിനു വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. മിസ് ശ്രീദേവി പാരീസിലൊക്കെ ആയിരുന്നു തട്ടകം, അവിടേക്ക് കുറെ കാലം ഡിസൈനറായി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശങ്കർ മോഹനും ശ്രീദേവിയും തമ്മിൽ പരിചയപ്പെടുന്നുണ്ട്. ശങ്കർ മോഹൻ അപ്പൊ ചോദിക്കുന്നുണ്ട്, അതിരിക്കട്ടെ ഡൽഹി പ്രൊജക്ട് ഡിസൈൻ ചെയ്തത് ആരാ എന്ന് ചോദിക്കുമ്പോൾ ദേവ്സാറ് പറയുന്നുണ്ട്, അത് ഡിസൈൻ ചെയ്തത് മാനസയാണ്, പക്ഷെ അത് BR ഡിസൈൻസ് എടുത്തു, പക്ഷെ ഞങ്ങളത് തിരിച്ചെടുത്തു എന്ന് ദേവ്സാറ് പറയുമ്പോൾ ശങ്കർ മോഹൻ പറയുന്നുണ്ട്, ഓ അത് നല്ലൊരു ഡിസൈൻ ആയിരുന്നു, ഞാൻ പലപ്പോഴും റെഫറൻസ് ആയി കാണിക്കുന്ന ഒരു ഡിസൈനാണ് അത്, മാനസ വെരി ഗ്രേറ്റ് എന്ന് പറയുമ്പോൾ കൺമണിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. കാരണം ആ ഡിസൈൻ ചെയ്തത് കൺമണിയാണ്. എന്നാൽ മാനസയ്ക്ക് അവിടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ലജ്ജ തോന്നുകയാണ്. കാരണം കൺമണിയുടെ ഡിസൈൻ എടുത്ത് ഞാനാണല്ലോ വരച്ചത് എന്ന്. വീണ്ടും ശങ്കർ മോഹൻ ആ ഡിസൈനെ കുറിച്ച് എടുത്തെടുത്ത് പറയുമ്പോൾ ദേവ്സാറ് പറയുന്നുണ്ട്, ചീഫ് ഡിസൈനർ ആയ കൺമണിയാണ് അത് ഡിസൈൻ ചെയ്തത് എന്ന് പറയുമ്പോൾ ശങ്കർ മോഹൻ പറയുന്നുണ്ടോ, ഓ അങ്ങനെയാണോ, ആരാണ് ഈ കൺമണി എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം കൺമണിയുമായി പരിചയപ്പെടുന്നുണ്ട്. എന്നിട്ട് കൺമണിയുടെ മുന്നിൽ തൊഴുത് നിൽക്കുകയാണ്. ഇത് കാണുമ്പോ കൺമണിക്കും കൃഷ്ണനും ആണെങ്കിൽ വളരെ സന്തോഷമാവുന്നുണ്ട്. ശങ്കർ മോഹൻ കൺമണിയെ പ്രശംസിക്കുമ്പോൾ ദേവ്സാറ് പറയുന്നുണ്ട്, സാറ് പറഞ്ഞത് ശരി തന്നെയാണ്, കൺമണി നല്ലൊരു കഴിവുള്ള കലാകാരിയാണ് എന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, വെറും കൺമണിയല്ല, കൺമണിക്ക് സൂപ്പർ കൺമണി എന്നൊരു പേര് കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ കൊള്ളാലോ സൂപ്പർ കൺമണി എന്ന് ശങ്കർ മോഹൻ പറയാണ്. ഇത് കാണുന്ന ശ്രീദേവിക്കും മാനസയ്ക്കും കൺമണിയോട് ദേഷ്യം വരികയാണ്. അവർക്ക് കൺമണിയെ പ്രശംസിക്കുന്നതൊന്നും ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല. പിന്നീട് ശങ്കർ മോഹൻ പറയുന്നുണ്ട്, കഴിവുള്ളവർക്ക് പാരീസിലൊന്നും പോയി പഠിക്കണമെന്നില്ല, എവിടെ വേണമെങ്കിലും പഠിക്കാം, പക്ഷെ ഞാനതിന് കുറ്റൊന്നും പറയുന്നില്ല കേട്ടോ. ചിലപ്പോ നമുക്ക് ചില തോന്നലുകൾ ഉണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നു ഈ നിമിഷം എന്റെ മനസ്സ് പറയുന്നു ഈ പ്രൊജക്ട് സൂപ്പർ കൺമണി ചെയ്താലാണ് നല്ലത് എന്ന് ശങ്കർ പറയുമ്പോൾ മാനസിയും ശ്രീദേവിയും ആകെ ഷോക്കാവുന്നുണ്ട്. പിന്നെ ദേവ്സാർ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് എനിക്ക് കൺമണിയെ വിശ്വാസമാണ്. പിന്നെ ശ്രീദേവിയെ ഞാൻ താഴ്ത്തിക്കെട്ടുന്നൊന്നുമില്ലാട്ടോ. ശ്രീദേവി നല്ലൊരു ഡിസൈനർ തന്നെ ആവാം, പക്ഷേ ഈ പ്രൊജക്ട് കൺമണിയെയാണ് ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നതെന്ന് ശങ്കർ മോഹൻ പറയുമ്പോൾ മാനസിയും ശ്രീദേവിയും ആകെ ചമ്മിപ്പോവാണ്.
കൺമണിക്കാണെങ്കിൽ താനാണ് ഈ പ്രൊജക്ട് ചെയ്യാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ വളരെ സന്തോഷമാവുന്നുണ്ട്. പിന്നീട് മീറ്റിംഗ് കഴിഞ്ഞ് ശങ്കർ മോഹൻ പറയുമ്പോൾ കൺമണിയോട് കൺഗ്രാറ്റ്സ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മാനസയോട് പറയുന്നുണ്ട്, മാനസ ഇപ്രാവശ്യം കൺമണിയെ വെച്ചിട്ട് നീ ഞെട്ടിക്കണം എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, മാനസ ഉറപ്പായിട്ടും ഞെട്ടിക്കും സാർ, കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട GM ആണ് മാനസ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ശങ്കർ മോഹൻ പോകുമ്പോൾ കൃഷ്യം ശങ്കർ മോഹന്റെ കൂടെ പോകുന്നുണ്ട്. മാനസയും പോവാൻ നിൽക്കുമ്പോൾ ദേവ് സാറ്, മാനസ അവിടെ നിൽക്ക്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇവിടുത്തെ ആരാന്നാ നീ വിചാരിച്ചിരിക്കുന്നത്? ഇവിടെ വലിയൊരു ശമ്പളം തന്ന് വെറുതെ എന്നെ ഇരുത്തിയിരിക്കുകയാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? എനിക്ക് ഇവിടെ കൃത്യമായ അധികാരങ്ങളുണ്ട്. ആരോട് ചോദിച്ചിട്ടാണ് കൺമണിയുടെ ക്യാബിൻ നീ മാറ്റിയത് എന്ന് ദേവ് സാറ് ദേഷ്യത്തോടെ മാനസയോട് ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട്, അതെന്താ സാർ, ഞാൻ ഇവിടുത്തെ GM ആണ്, ഞാൻ ആരോട് ചോദിക്കാനാണ് എന്ന് ചോദിക്കുമ്പോൾ ദേവ് സാറ് പറയുന്നുണ്ട്, എന്നോട് ചോദിക്കണം, നീ ഡിസൈനിങ് സെക്ഷൻ എന്റെ കീഴിലാണ്, അതിൽ അന്തിമ തീരുമാനം സാഗറിന് പോലുമില്ല. പിന്നെ ശ്രീദേവി, നീ എന്തുകൊണ്ടാണ് എന്റെ മുന്നിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ ശ്രീദേവി പറയുന്നുണ്ട്, സോറി സാർ, എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ദേവ് സാറ് പറയുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ, പുതിയ ആളല്ലേ, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. ശ്രീദേവിയെ വേറെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ മാനസ ആകെ ദേഷ്യം വന്ന് നിൽക്കുകയാണ്. വീണ്ടും ദേവ് സാറ് പറയുന്നുണ്ട്, ശ്രീദേവി ഇവിടുത്തെ ചീഫ് ഡിസൈനർ കൺമണിയാണ്, അതുകൊണ്ട് തൽക്കാലം ശ്രീദേവി കൺമണിയെ അസിസ്റ്റ് ചെയ്യണം. പിന്നീട് ശ്രീദേവിയുടെ കഴിവുകൾക്കനുസരിച്ചിട്ട് പ്രമോഷൻ ഉണ്ടാവും. ആ ക്യാബിൻ കൺമണിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ദേവ് സാറ് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, സാർ എനിക്ക് ആ ക്യാബിൻ വേണ്ട എന്ന് പറയുമ്പോൾ ദേവ് സാറ് കൺമണിയോടും ദേഷ്യപ്പെടുന്നുണ്ട്, കൺമണിയോട് ഞാൻ അത് ചോദിച്ചില്ല, അത് എന്റെ തീരുമാനമാണ്. ഇനി മാനസയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഏതുവരെ ഇത് പോകുമെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പറയേണ്ട സമയത്ത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര നേരം മിണ്ടാതിരുന്നത്. ഞാൻ ഒരിക്കലും എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് മാനസയെ അപമാനിച്ചതല്ല, കൺമണിക്ക് കിട്ടിയ അപമാനത്തിന് പ്രായശ്ചിത്തം ചെയ്തതാണ് എന്ന് ദേവ് സാറ് പറയുന്ന സമയത്ത് മാനസ ഒന്നും തന്നെ മിണ്ടാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് വാ ശ്രീദേവി എന്ന് പറഞ്ഞുകൊണ്ട് മാനസ ശ്രീദേവിയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിനുശേഷം മഹിക്ക് മാനസയോട് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ വളരെ സന്തോഷമാവുന്നുണ്ട്. മാനസ പോയതിനു ശേഷം മഹി വിസിലടിച്ചുകൊണ്ട് കൈയടിക്കുകയാണ്. എന്നിട്ട് കൺമണിക്ക് കൈ കൊടുക്കുന്നുണ്ട്, കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നീട് ശ്രീനിവാസൻ അമ്പലത്തിൽ പോയി വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ശ്രീനിവാസൻ വളരെ സന്തോഷത്തോടെ ചിരിക്കുന്നത് കണ്ടിട്ട് അമ്മായിമാര് വരുന്നുണ്ട്. എന്നിട്ട് അമ്മായിമാര് പറയുന്നുണ്ട്, നമ്മളുടെ നെഞ്ചിലൊക്കെ തീയാണ്, പക്ഷെ ഏട്ടൻ കണ്ടില്ലേ എത്ര സന്തോഷത്തിലാണ് ഇരിക്കുന്നത്, ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മായിമാര് ശ്രീനിവാസനോട് പോയിട്ട് ചോദിക്കുന്നുണ്ട്, ഏട്ടൻ എന്തു ഭാവിച്ചിട്ടാണ് ഇരിക്കുന്നത്, വീട് തിരിച്ചെടുക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, അതെല്ലാം വിഘ്നേശ്വരന് വിട്ടുകൊടുത്തിരിക്കുകയാണ്, വിഘ്നേശ്വരൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്ന് പറയുമ്പോൾ അമ്മായിമാർക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്തു പറഞ്ഞാലും ഒരു വിഘ്നേശ്വരൻ, ഏട്ടൻ ഇങ്ങനെ കൈയൊഴിയാനൊന്നും നോക്കണ്ട, ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട ഈ വീട് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ എതിർകക്ഷിയായിട്ട് കൃഷ്യും വരുണും കൺമണിക്കുമെതിരെ ഏട്ടന്റെ പേരുകൂടി ഞങ്ങൾ കൂട്ടിച്ചേർക്കും. ഒരു കാര്യം പറഞ്ഞേക്കാം, നിക്കക്കളി ഇല്ലെങ്കിൽ ഞങ്ങള് എന്തും ചെയ്യാൻ തയ്യാറാകും, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മായിമാര് ഉള്ളിലേക്ക് പോവുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഗോകുൽ നിൽക്കുന്നത്. ഗോകുൽ വന്നിട്ട് ശ്രീനിവാസനോട് അപ്പൊ ചോദിക്കുന്നുണ്ട്, അച്ഛൻ വീട് പോകാതിരിക്കാൻ എന്ത് മാർഗമാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വീട് എന്തായാലും കൈവിട്ടു പോവില്ല എന്ന് പറയുമ്പോൾ ഗോകുൽ ചോദിക്കുന്നുണ്ട്, അതിന് എന്താണ് ഉറപ്പ്, എങ്ങനെ ഇത്ര ഉറപ്പിച്ചു പറയാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പ് തന്നു കൃഷ് സാറ് എന്ന് ശ്രീനിവാസൻ പറയുമ്പോൾ ഗോകുലിനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം ദേവ് സാറിന്റെ വീട്ടിലേക്ക് രാത്രിയിൽ കൃഷും മഹിയും വരുന്നുണ്ട്. എന്നിട്ട് മഹിയോടും ദേവ് സാറിനോടും കൃഷ് പറയുന്നുണ്ട്, എന്നാലും ദേവ് സാർ മാനസയെ പൊളിച്ചടുക്കുന്നത് എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ, അതിലേ ഉള്ളൂ എനിക്ക് വിഷമം എന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, മാനസയുടെ കയ്യിലിരിപ്പ് ഇങ്ങനെയാണെങ്കിൽ നാളെയും ദേവ് സാർ മാനസയെ പൊളിച്ചെടുക്കും, അപ്പൊ നിനക്കത് കാണാമെന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് കൺമണി പായസം ഉണ്ടാക്കിയിട്ട് ദേവ് സാറിനും കൃഷിനും മഹിക്കും കൊണ്ടുവരികയാണ്. അവരെല്ലാരും എന്നിട്ട് അത് കുടിക്കുന്നുണ്ട്. മഹി അപ്പോ കൺമണിയോട് ചോദിക്കുന്നുണ്ട്, ഇത് ഏത് വകയിലാണ്, പുതിയ പ്രൊജക്ട് കിട്ടിയതിനാണോ അതോ ദേവ് സാറ് മാനസയെ പൊളിച്ചടിക്കിയതിനാണോ എന്ന് ചോദിക്കുമ്പോൾ ദേവ് സാറ് പറയുന്നുണ്ട്, ഏത് വകയാണെങ്കിലും നീ ഇപ്പോ ഈ പായസം കുടിച്ചിട്ട് എങ്ങനെയുണ്ട് പറ എന്ന് പറയാണ്. അതിനുശേഷം മഹി പായസം കുടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പായസത്തിന് എന്തോ ഒരു കുറവുണ്ട്, പക്ഷെ എന്താന്ന് മനസ്സിലായി
മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ കൃഷ് ചോദിക്കുന്നുണ്ട് എന്ത് കുറവാ, എനിക്കൊന്നും തോന്നിയില്ലല്ലോ എന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട് ഇല്ല എന്തോ ഒരു കുറവുണ്ട്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ കൃഷ് എന്നാ നീ ആ പായസം കുടിക്കണ്ട, ഇങ്ങോട്ട് തായൂ എന്ന് പറഞ്ഞിട്ട് മഹിയിൽ നിന്നും ആ പായസം വാങ്ങുകയാണ്. മഹി അപ്പോൾ പായസം താ കൃഷി എന്നൊക്കെ പറയുമ്പോഴും കൃഷി പറയുന്നുണ്ട് വേണ്ട, കുറ്റം പറഞ്ഞിട്ട് നീ അങ്ങനെ ആ പായസം കുടിക്കണ്ട എന്ന് പറയാണ്. മഹി അപ്പോൾ കൃഷിനോട് പറയുന്നുണ്ട് കൺമണിയെ നിനക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് അവൾ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും നിനക്ക് വളരെ ഇഷ്ടവുമാണ്, അതുകൊണ്ട് എല്ലാവരും അങ്ങനെ നല്ല ഫുഡാണെന്ന് പറയണമെന്നൊന്നുമില്ല എന്ന് മഹി കൃഷിനെ കളിയാക്കിക്കൊണ്ട് പറയുമ്പോൾ കൃഷി ദേവ് സാറിനോട് ചോദിക്കുന്നുണ്ട് സാറ് പറ എങ്ങനെയുണ്ട് പായസം എന്ന് ചോദിക്കുമ്പോൾ ദേവ് സാറ് പറയുന്നുണ്ട് അസലായിട്ടുണ്ട് പായസം. എടാ നിന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനും മഹിയും കൂടി ചേർന്ന് നടത്തിയ ഒരു നാടകമാണിത് എന്ന് ദേവ് സാറ് പറയുമ്പോൾ കൃഷി ആകെ ചമ്മിപ്പോകുന്നുണ്ട്. അപ്പൊ എല്ലാവരും കൂടി നിന്ന് ചിരിക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.